നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹാവ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വ്യാഴമാറ്റം 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. 1 ജൂൺ 2026 വ്യാഴമാറ്റം നടക്കുന്നത്. ഇൻഡിവിജ്വലായി ഒരു രാശിക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജ്യോതിഷപരമായി ഒന്നാമത്തെ രാശിയാണ് മേടം രാശി അഥവാ മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്നതാണ് മേടം രാശിക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റത്തിലൂടെ അവർക്ക് അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടാകുമോ എന്നായിരിക്കും ആശങ്ക. കാരണം നിലവിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മേടം രാശിക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിക്കുന്നതോടെ ശനിയുടെ സ്വാധീനം പോസിറ്റീവായി മാറുകയും അത് ഗുണകരമായ ഫലങ്ങൾ നൽകി തുടങ്ങുകയും ചെയ്യുന്നതാണ്. പണം വെറുതെ നഷ്ടമായിക്കൊണ്ടിരുന്ന അവസ്ഥ മാറി. ഈ കാലയളവിൽ വസ്തു വാങ്ങുന്നതോ മറ്റ് നല്ല കാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ സ്ഥാനമായ 10ാം ഭാവത്തിൻ്റെ അധിപനായ ശനിയിൽ ഗുരുദൃഷ്ടി പതിക്കുന്നതിലൂടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിലിലെ സ്തംഭനാവസ്ഥ മാറുകയും സ്ഥാനക്കയറ്റം, ആഗ്രഹിച്ച സ്ഥലം മാറ്റം, പുതിയ തൊഴിൽ അവസരങ്ങൾ എന്നിവ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി മേടം രാശിക്കാരുടെ 8ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതുവഴി കടബാധ്യതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റത്തിലൂടെ എന്തെല്ലാം ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്നാൽ, ഒന്നാമത്തെ ബ്ലെസ്സിംഗ് ആയി പറയുന്നത് ശനി മൂലം നിങ്ങളുടെ തൊഴിലിൽ, വരുമാനത്തിൽ, മുന്നേറ്റത്തിൽ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുമല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ഡിലേ, എന്തിനിറങ്ങിയാലും അതൊന്നും നടക്കാതെ വരിക, രോഗങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ദുഃഖ ദുരിതങ്ങളാൽ വിഷമിച്ചവർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം നിങ്ങൾക്കുണ്ടായിരുന്ന ശനിയെ പോസിറ്റീവായി ചാർജ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ശനി നെഗറ്റീവായി ആക്റ്റീവായി വർക്ക് ചെയ്യുവാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം അത് പോസിറ്റീവായി റിസീവ് ചെയ്യപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം പ്രതികൂലമായിരുന്ന ശനി നിങ്ങൾക്കനുകൂലമായി മാറുന്നതാണ്. അതുകൊണ്ട് മേടം രാശിക്കാർക്ക് ഇതുവരെയും നഷ്ടങ്ങൾ, ചിലവ്, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പോരാട്ടം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം അല്ലെങ്കിൽ വ്യാഴമാറ്റത്തിലൂടെ കൺവേർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നതാണ്. അതിൽ ചിലർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേക്കാം, പരിശ്രമിക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും അതിന് പൂർണ്ണ ഫലം ഉറപ്പാണ്. ഇതാണ് വ്യാഴമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മേടം രാശിക്കാർ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈ വ്യാഴമാറ്റത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിന് 100% ഫലം ലഭിക്കുന്നതാണ്. ഇനി പ്രധാനമായും ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഫലം ലഭിക്കുന്നതെന്നാൽ, ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ ജോലി, ബിസിനസ്, കടം, കൂടാതെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന വിഷയം, തടസ്സങ്ങൾ, പോരാട്ടം, ഇതിനെല്ലാം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പ്രധാനമായും മേടം രാശിക്കാർക്ക് അനുകൂലമാകുന്നതാണ്. കൂടാതെ തൊഴിൽ മുടങ്ങിപ്പോവുക, ഇനി ജോലിയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, അതുമല്ലെങ്കിൽ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, ഉയർന്ന പദവിക്ക് വേണ്ടി കാത്തിരിക്കുക, ഇതെല്ലാം ഈ വ്യാഴമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് അനുകൂലമായി മാറുന്നതാണ്. വ്യാഴമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. മാത്രമല്ല, കേസുകളോ മറ്റ് നിയമപരമായ പ്രശ്നങ്ങളോ നേരിടുന്നവർക്ക് അവ പരിഹരിക്കപ്പെടാനുള്ള വഴികളും തെളിഞ്ഞു കിട്ടുന്നതാണ്.
ഇനി മുൻപ് പലതവണ പരിശ്രമിച്ചിട്ടും വിജയിക്കാതിരുന്ന കാര്യങ്ങളിൽ വ്യാഴമാറ്റത്തിലൂടെ വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വീട്, വാഹനം അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണകരമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഈ വ്യാഴമാറ്റത്തിലൂടെ സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ പുതിയ അവസരങ്ങളുടെയും പ്രശ്നപരിഹാരങ്ങളുടെയും കാലമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ദശാസന്ധികൾക്കും ഗ്രഹനിലയ്ക്കും അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. 2026-27 കാലയളവിലെ വ്യാഴമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് വളരെയധികം അനുകൂലവും ഗുണകരവുമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മാത്രമല്ല, 7.5 ശനി കാരണം മേടം രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഈ കാലയളവ് അവർക്ക് വലിയ ആശ്വാസം നൽകുന്നതുമാണ്. വ്യാഴം മാറ്റത്തിലൂടെ ഗുരു അഥവാ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയും അവിടെ ഉച്ചസ്ഥനായി പൂർണ്ണ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഗുരു ഉച്ചസ്ഥനാണെങ്കിലും കേതുവുമായുള്ള സാമീപ്യം കാരണം ആഗോളതലത്തിൽ പോലും സാമ്പത്തിക മാന്ദ്യവും ബാങ്കിങ്, ഫിനാൻസ് മേഖലകളിൽ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി നിലനിൽക്കുവാൻ വേൾഡ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റത്തിലൂടെ ഇന്ത്യയിൽ ചില ചെറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇനി 2026 ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഗുരുവിൻ്റെ അതായത് വ്യാഴത്തിൻ്റെ അതിസാര മാറ്റം നടക്കുകയും ചിങ്ങം രാശിയിൽ കേതുവിനോട് ചേരുകയും ചെയ്യും. ഇത് സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാകുന്നതുമാണ്. എന്നാൽ 2027 ജനുവരിയിൽ ഗുരു അതായത് വ്യാഴം വീണ്ടും കർക്കിടകം രാശിയിലേക്ക് തിരിച്ചെത്തും. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റത്തിലൂടെ അവരുടെ ശനിയെ പോസിറ്റീവായി മാറ്റുന്നതാണ്. മാത്രമല്ല, തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ശുഭകരമായ ചിലവുകൾ അതായത് പാഴ്ചിലവുകൾക്ക് പകരം നല്ല മംഗളകരമായ ശുഭകരമായ ചിലവുകൾ നടക്കുന്നതുമാണ്. കൂടാതെ തൊഴിൽപരമായ പുരോഗതിയും 7.5 ശനിയിൽ ആശ്വാസം ലഭിക്കുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യാഴമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് ശനി നൽകുന്ന കഠിനമായ പരീക്ഷണങ്ങളെ ഗുരു തൻ്റെ ദൃഷ്ടിയിലൂടെ മൃദുവാക്കുകയും ഗുണകരമായ മാറ്റങ്ങളായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇൻഡിവിജ്വലായി നിങ്ങളുടെ രാശിക്ക് സമയം നല്ലതാണ്, ദശാബുദ്ധി നല്ലതാണ്, നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ ഗുരു നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പേഴ്സൻറ്റേജ് നിങ്ങളുടെ ജീവിതത്തിൽ ആഡായിക്കൊണ്ടേയിരിക്കുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ഗുരു അനുകൂലമല്ല എങ്കിൽ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതുമാണ്. എല്ലാവർക്കും ഗുരു ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.